രാഹുലെ, ആരാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്? പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് സെക്സ് വർക്ക് നടത്തുന്ന ആളുകളെയാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് എനിക്കറിയാവുന്നത്. നമ്മുടെ നാട്ടില് ഇപ്പോ ചില സമയത്ത് വഴിയരികിൽ അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. റെയ്ഡുകളിൽ പിടിച്ചു, സെക്സ് വർക്കേഴ്സിന് റെയ്ഡുകളിൽ പിടിച്ചു, അങ്ങനെ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. എന്നാൽ ഒരു പക്ഷം പറയുന്നു ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണ്, ചില ആൾക്കാർ പറയുന്നു അല്ല, അത് ലീഗൽ അല്ല. അതിനൊരു ക്ലാരിറ്റി കുറവുള്ളത് പോലെ തോന്നിയിട്ടില്ല? ഇല്ല, ഒരിക്കലുമില്ല. അതായത് 2 കൊല്ലം മുമ്പ് സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയിൽ പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണ്. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് സെക്സ് വർക്ക് നടത്താം, പക്ഷേ വേശ്യാലയങ്ങൾ, അതായത് ആ ഒരു കൂട്ടം സംഘടിതപരം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അതൊരു കുറ്റകരമായ പ്രവൃത്തിയാണ്. അങ്ങനെ വരുമ്പോഴാണ് സെക്സ് വർക്കും ഈ കൂട്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഈ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇങ്ങനെ നടക്കുന്നത് ഈ സ്പാകളുടെ മറവിലും മസാജ് സെൻ്ററിലും മറവിലും എല്ലാം നടക്കുന്നത് ഈ സെക്സ് റാക്കറ്റുകളാണ്. ഇവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ മറ്റ് പല വഴികളിലൂടെ വരുന്ന സ്ത്രീകളായിരിക്കും. ചിലപ്പോൾ ഈ സ്ത്രീകൾ ആരും പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന സ്ത്രീകൾ ആരും ഇതുമായി ബന്ധപ്പെട്ട് വരണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരല്ല. നമുക്ക് അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. പ്രോസ്റ്റിറ്റ്യൂഷന് തൊഴിലായി എടുക്കുന്നവരുണ്ട്, സ്വമേധയാ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവരുണ്ട്. അതെ, അത് ചെറിയ പേഴ്സണേജ് ആളുകളാണ്. പക്ഷെ ഇന്നത് വലുതായിക്കൊണ്ടിരിക്കുക. കൂടുതലും ആളുകൾ വരുന്നത് ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടാവുന്ന ട്രോമകൾ കൊണ്ടാണ്. പക്ഷെ ഞാൻ പറയട്ടെ, രാഹുൽ പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അങ്ങനെ ഒരു പക്ഷം ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന അച്ഛനോ അമ്മാവനോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ലൈംഗികപരമായി ചൂഷണം ചെയ്തതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രൊഫഷൻ സ്വീകരിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, എളുപ്പവഴി അല്ലാതെ എന്നാൽ ഒരു വഴി എന്ന് പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കോളേജ് വിദ്യാർത്ഥിനികൾ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അവരൊക്കെ ഈ ഇതിനെ ഒരു എന്താ പറയാ ഒരു സൈഡ് ജോബായിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് ആരും അവരെ ഫോഴ്സ് ചെയ്തിട്ടല്ല, നീ പ്രോസ്റ്റിറ്റ്യൂഷന് പോയെന്ന് പറഞ്ഞിട്ടല്ല, അവരുടെ താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ അവർ സ്വമേധയാ എടുക്കുന്ന തീരുമാനം കൊണ്ട് എത്തിപ്പെടുന്നവരാണ്. അല്ല, അവർക്ക് വരുന്ന വരുമാനം അത്രത്തോളം ഉണ്ട്, അതുകൊണ്ടാണ് അവർ ഇതിൽ നിന്നും പിന്മാറാൻ ഒരു പ്രയാസം കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന പൈസ അത്രത്തോളം ഉണ്ട്. ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ സെക്സ് വർക്കിന് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ 10,000 20,000 രൂപയാണ്. അത് ഒരു മണിക്കൂറത്തേനൊക്കെ 20,000 രൂപ കിട്ടുമ്പോൾ അവർക്ക് വേറെ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അതിപ്പം നമ്മുടെ നാട്ടിലറിയാം, കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ ഒരു മാസം ഒരാൾക്ക് ശമ്പളം കിട്ടുന്നത് 10,000 രൂപയാണ്. അപ്പൊ ഇവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 10,000-20,000 രൂപ കിട്ടും. അപ്പൊ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ഇത് കൂടുതലും കേരളത്തിൽ ഇത് പൊതുവെ കണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് കൂടുതലും കേരളത്തിലേക്കും ഈ ഒരു അവസ്ഥ വരുന്നത്. കൂടുതലും നമ്മൾ കേട്ടുള്ളത് ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ സിറ്റികളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളാണ് ഈ ഒരു സെക്സ് റാക്കറ്റിന്റെ വലയിൽ വീണിട്ട് ഇതിനായി പോകുന്നത്. ആദ്യമേ അവർ ചെറിയൊരു സൈഡ് ഇൻകത്തിനായിട്ട് പോയതിനു ശേഷം ഇതൊരു പ്രൊഫഷണൽ തൊഴിലായി എടുക്കുന്ന ആളുകളാണ് കൂടുതലും പൊക്കോണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മളതൊരു സദാചാര മൈൻഡോടുകൂടി കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കുറവായിരുന്നു. പക്ഷേ ഈ ഒരു ഇടക്കാലം കൊണ്ട് അത് കൂടി വരികയാണ്. കാരണം മുട്ടിന് എല്ലാ ഇടങ്ങളിലും ചെറിയ ചെറിയ കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു റാക്കറ്റാണ്. ഈ റാക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ സെക്സ് മാത്രമല്ല, ഡ്രഗ്സും സെക്സും എല്ലാം ഒന്നിച്ചു കൊടുക്കുന്നൊരു കേന്ദ്രങ്ങളായിട്ടാണ് മാറുന്നത്. ചെറിയൊരു ഇപ്പം നമ്മൾ തന്നെ ഈ അടുത്ത് തന്നെ കടവന്ത്രയിൽ അത് പിടിച്ചത് 2 പോലീസുകാരെയാണ്. ആ ഒരു കേന്ദ്രം നടത്തുന്ന 2 പോലീസുകാരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് മേ ബി അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ഈ റാക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതോട് കിട്ടുന്നതായിരിക്കാം. ആ പോലീസ് തന്നെ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലക്ഷങ്ങളാണ് അവരുടെ അക്കൗണ്ടുകളിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര രൂപയായിരിക്കും അവരുണ്ടാക്കുന്ന പൈസ. പക്ഷേ ഈ ഒരു പൈസ ഈ സെക്സ് വർക്കിന് വരുന്നവർക്ക് കിട്ടുന്നില്ല. അതിനകത്തൊരു പ്രധാന കാര്യമാണ്. ഈ വരുന്ന ആളുകൾക്ക് ചെറിയൊരു തുകയായിരിക്കും ഇതിൽ നിന്നും കിട്ടുന്നത്. ഈ സെക്സ് റാക്കറ്റാണ് ഇതിൽ നിന്നും വലിയ പൈസ ഉണ്ടാക്കുന്നത്. ഇവർ ഇതുപോലുള്ള ആളുകളെ എന്തെങ്കിലും വഴി കൊണ്ടുവരും, ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് ആ കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കും ഇവരുള്ളത്. അവിടെ പുതിയൊരാൾ വരുമ്പോൾ ഒരു VIP കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ആരെയാണോ വേണ്ടത് കാഴ്ച വെക്കുക എന്നൊക്കെ പറയും. ആരെ വേണോ അവരെ കാഴ്ച വെക്കും. അതിന് ഒരു പ്രതിഫലം എന്ന രീതിയിൽ ഒരു വലിയ തുക കൊടുത്തിട്ട് അവർ പോകും. അപ്പോൾ ഇവരെ നമ്മൾ പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇവരെ അതിക്രൂരമായിട്ടായിരിക്കും ആളുകൾ ആക്രമിക്കുന്നത്. അതായത് ഓരോരുത്തരുടെയും ഫാൻറ്റസികൾ വേറെ വേറെ ആയിരിക്കും. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ചാട്ടവാറും അങ്ങനെയൊക്കെ വലിയ വലിയ ഹോട്ടലുകളിൽ ഈ ഇങ്ങനെയുള്ള രീതികൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും കൂടുതൽ ആളുകൾ ഇതിനു വേണ്ടി വിദേശ രാജ്യങ്ങളാണ് പോകുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം പട്ടാലയൊക്കെ പോയി കഴിഞ്ഞാൽ, പട്ടായയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുകൂട്ടുള്ള കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ആളുകളെ കൂടുതലും പറ്റിക്കുകയാണ് ചെയ്യുന്നത്.
കൂടുതലും പെട്ടുപോകുന്നത് മലയാളികളാണ്. അതെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗോവയ്ക്ക് ഒരു വട്ടം ട്രിപ്പ് പോയപ്പോ ഇതുപോലെ ഗോവയിലാണ്, വേറെ എവിടെയല്ലോ, ഗോവയിൽ പോയപ്പോ ഈ മസാജിങ് സെന്റേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ ഈ ഹാപ്പി എൻഡിങ് മസാജ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് മസാജ് ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു അതിന്റെ എൻഡിങ്ങിൽ അവരെന്തോ ഫിസിക്കലി ഇവർക്ക് എന്തോ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവര് എത്രയോ, എനിക്കൊന്ന് 8000 രൂപയോളമാണ് ഒരാൾക്ക്. അങ്ങനെ ഒരാൾ 8000 രൂപ കൊടുത്തിട്ട് ഇവര് 5-6 പേര് പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 2-3 അമ്മൂമ്മമാരാണ്. എന്ന് വെച്ചാൽ അമ്മൂമ്മമാർ മീൻസ് പ്രായമുള്ളവരാണ്. ഇവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിയുകയാണ്. എന്നിട്ട് ഇവരൊന്നും ചെയ്തു കൊടുത്തതുമില്ല. സാധാരണ നോർമലി ഒരു മസാജ് ചെയ്തു കൊടുത്തിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇവർക്ക് അവിടെ നിന്നിട്ട് ഇവരോട് ആ പൈസ തിരിച്ചു തരണമെന്നോ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നോ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇതൊന്നും, ഒന്നാമത് ഇത് ലീഗലി തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീഗൽ പ്രൊവിഷൻസ് ഇല്ല. രണ്ടാമത്തത് ഈ സെന്ററുകളിൽ ഉണ്ടാവുന്നതിൽ കൂടുതൽ പേരും ഗുണ്ടകളാണ്. അവിടെ നിന്ന് 2 വാക്ക് പറയുമ്പോൾ മൂന്നാമത്തിനെല്ലാം പെട്ടി കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ള ഒരു പേടിയാണ്. ചോദിക്കാൻ പറ്റില്ല, കാരണം ഭാഷ അറിയത്തില്ല, അവിടുത്തെ ആളുകളെ അറിയത്തില്ല. അവരായിരിക്കും ആ കേന്ദ്രം നിയന്ത്രിക്കുന്നത്, ആ പ്രദേശം നിയന്ത്രിക്കുന്ന അവരായിരിക്കും. അവരുടെ കയ്യിൽ സാമ്പത്തികമുണ്ട്, അവർ കൃത്യമായി അത് കൈകാര്യം ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ, രാഹുൽ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണ്, പക്ഷേ സർട്ടൻ കാര്യങ്ങളിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗൽ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് സ്വയമേവ അവരുടെ തൊഴിലായിട്ട്, മേ ബി അവരുടെ പരമ്പരാഗത തൊഴിലായിരിക്കാം, ഈ സെക്സ് വർക്ക് പരമ്പരാഗത തൊഴിലായി ചെയ്യുന്ന ഒരുപാട് പേർ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ഡൽഹിയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് വില്ലേജുകളിൽ കുടുംബപരമായി ഇവര് അവിടെ ഉണ്ടാകുന്ന പെൺകുട്ടികളെല്ലാം, അരുൺ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരാളൊരു പുസ്തകമുണ്ട്, അതില് ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഗുജറാത്തിലും കർണാടകയിലൊക്കെ ഉള്ള ഒരുപാട് പേർ അവർ കുലത്തൊഴിലാണ് സെക്സ് വർക്ക് എന്ന് പറയുന്നത്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് പുറത്ത് കസ്റ്റമേഴ്സിനെ നോക്കിയിരിക്കുക. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരെയും കൊണ്ടുപോയി, അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കസ്റ്റമറിനെ നോക്കിയിരിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ തൊഴിൽ എന്ന് പറയുന്നത്. ആ നാട്ടിലെ ആണുങ്ങളൊന്നും ജോലിക്ക് പോകുന്നില്ല, അവിടുത്തെ സ്ത്രീകളാണ് സമ്പാദിക്കുന്നത്, അവരാണ് വീടിന്റെ ഗൃഹനാഥ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പാരമ്പര്യമായി ഇത് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചും സ്വയമേവ സെക്സ് വർക്ക് ചെയ്യാം, മറ്റു തൊഴിലുകൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ തങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രകാരം അത് ചെയ്യുന്നവർക്കും നമ്മുടെ നാട്ടിൽ തെറ്റല്ല. പക്ഷേ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ സെക്സ് വർക്കിനെ ഒരു സ്ട്രക്ചറൈസ്ഡ് ആയിട്ടുള്ള രൂപമായിട്ട് സെക്സ് മാഫിയകൾ, റാക്കറ്റുകൾ, ഇതുപോലെയുള്ള സ്പാ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നടത്താൻ നമ്മുടെ നാട്ടിൽ, ബ്രോത്തൽസ് നടത്താനുള്ള അധികാരങ്ങൾ നമ്മുടെ നാട്ടിലില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിലപ്പോൾ ഈ സംഘടിത സംവിധാനം ഉണ്ടായിരിക്കില്ല, പക്ഷേ ഒരു പിമ്പിങ് എന്ന് നമ്മൾ അതിനെ വിളിക്കും, ബ്രോക്കർമാർ വഴി. പക്ഷെ അതും നിയമപരമായി തെറ്റാണ് ഇന്ത്യയിലുള്ളതാണ്. കാരണം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ മറ്റൊരാൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂഷന് പോവുകയാണെങ്കിൽ അത് ആ പൈസ കൊണ്ട് ഞാൻ ജീവിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അതിന് നടുവിൽ ഒരു മീഡിയേറ്റർ പാടില്ല. അങ്ങനെ ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ തെറ്റാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പിമ്പിങ് എന്ന് പോലെയുള്ള ഈ സംവിധാനം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മള് ഈ വർക്കല, എവിടെയാ, വർക്കലയാണ്. ഞാൻ ഒരു വട്ടം വർക്കലയിൽ പോയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞതാണ്, ഇപ്പൊ കുറച്ചു നേരം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വരും, വന്നിട്ട് ചോദിക്കും, സർ സ്റ്റേ വേണോ? അപ്പൊ ഇവര് സ്റ്റേ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ മാത്രം മതിയോ, വേറെ എന്തെങ്കിലും വേണോ, ഇത്ര രൂപയാണ്, അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോ എവിടെയാണെങ്കിലും, ഈ നമ്മൾ ഈ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വരില്ല, ആൺകുട്ടികളെ അന്വേഷിച്ച് അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്. എല്ലാം ഉണ്ട്, എനിക്ക് ഇത്ര പൈസയാണ് എന്ന് പറഞ്ഞ് ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് വന്ന് സമീപിക്കും. പെൺകുട്ടികൾക്ക് ഇറങ്ങി ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം ഈ പെൺകുട്ടികൾ റോഡിൽ നിന്ന് ആളുകളെ വശീകരിക്കുന്നത് അതും തെറ്റാണ്, നിയമപരമായി അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരാളെ വശീകരിക്കാൻ പാടില്ല, സെക്സിന് വേണ്ടി വശീകരിക്കാൻ പാടില്ല. അതും നിയമപരമായി ഇന്ത്യയിൽ തെറ്റാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു നാടാണ് ഇന്ത്യ. പ്രോസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഒരു ആൻഷ്യന്റ് വശമായിരിക്കാം ഈ ദേവദാസി എന്ന് പറയുന്നത്. അന്ന് എല്ലാ കൾച്ചറുകളും അതിനെ അംഗീകരിച്ചു. ദേവദാസികൾ എന്ന് പറയുന്നത് ദേവന്മാരുടെ ദാസികളാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആളുകളായിരുന്നു. പക്ഷെ ഇന്ന് സാത്താന്റെ ആളുകളെ പോലെയാണ് ട്രീറ്റ് ചെയ്തു, അവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പകൽ നമ്മൾ കാണുമ്പോൾ അവരോട് ഭയങ്കര ദേഷ്യവും, രാത്രിയിൽ അവരെ എങ്ങനെയെങ്കിലും കിട്ടുമോ, ചില ആളുകൾക്ക് അതെ, ആ ഒരു രീതിയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉന്നത തലത്തിലുള്ള ആളുകളാണ് ഇത് നിയന്ത്രിക്കുന്നത്. ശരിയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തത്ര എന്താ പറയാ ഹോൾഡ് ഉള്ള മനുഷ്യർ ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രോഫിറ്റബിൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന് നമുക്കൊരു ബേസിക് എക്സ്പെൻസ് ഇല്ല. എന്താണ് ഇതിന്റെ ഒരു ബേസിക് എക്സ്പെൻസ്? ഒരു പെൺകുട്ടിയെ ഇതിന് ബില്ലിംഗ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ പെൺകുട്ടിയെ കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ അത്തരത്തിലുള്ള കടത്തുകൾ നടക്കുന്നത് കൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ എത്തിപ്പെടുന്നവരുള്ളത്.
അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഫുഡും അക്കോമഡേഷനും മാത്രമാണ് ഇവരുടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് അതിന് കിട്ടുന്ന ലാഭം എന്താണ്? ഒരു ദിവസം ഒരാണിനോട് മാത്രമല്ല ഈ സ്ത്രീകൾ ബന്ധപ്പെടുന്നത്. ഒരു ദിവസം ഒരു 10-ലേറെ ആണുങ്ങളോട് ബന്ധപ്പെടുന്ന സ്ത്രീകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഒരു 5000 അല്ലെങ്കിൽ ഒരു 7000 രൂപ എടുക്കുകയാണെങ്കിൽ ഈ 10 പേരാകുമ്പോൾ അതിന് 70,000 രൂപയാണ് ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ദിവസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ മാത്രമല്ല ഈ ബ്രോത്തലുകളിലും സ്പാ സെന്ററുകളിലും ഉള്ളത് എന്നുള്ളതാണ്. എത്ര സ്ത്രീകളുണ്ടായിരിക്കും? ഒരു 5-6 സ്ത്രീകളുണ്ടെന്നിരിക്കട്ടെ, ഒരു ദിവസത്തെ വരുമാനം എത്രയാണ്? സോ അവരെ സംബന്ധിച്ച് ഏറ്റവും ഈസിയസ്റ്റ് ആയി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്. പോലീസുകാരെയൊക്കെ ഒന്ന് മണിയടിച്ച് കുറച്ച് പൈസകളൊക്കെ കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് അവർ പേടിക്കാനുള്ളത്? എങ്ങനെയാണ് പേടിക്കാനുള്ളത്? ഇപ്പൊ ഈ റെയ്ഡ് നടന്നു, കടവന്ത്രയിലെ ആ പോലീസുകാരുടെ വിഷയത്തിൽ റെയ്ഡ് നടന്നത് കൊണ്ടാണ് അവർ പിടിക്കപ്പെട്ടത്. റെയ്ഡിൽ വർഷങ്ങളായിട്ട് അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അതെ, കൃത്യം. അത് കാരണം പോലീസാണ്, കൃത്യമായി ഫൈൻഡിങ്സ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നമ്മുടെ ഹോട്ടൽ നിയമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരാണിനും പെണ്ണിനും ഹോട്ടൽ റൂമിൽ താമസിക്കുന്നതിന് തെറ്റല്ല, ലീഗലി ഓക്കെ ആണ്. അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന് ഒപ്പം റൂമിൽ താമസിക്കാം, അതിൽ തെറ്റില്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ തന്നെ ഒരു ആണിന്റെ ഒപ്പം ഒരു റൂമിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവർ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അത് അവിടെ പ്രശ്നമാവുന്നത്, ലീഗലി പ്രശ്നമാവുന്നത്. നേരെ മറിച്ച് ഇവര് ഇഷ്ടപ്പെട്ട് വന്നവരാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ രാഹുൽ പറഞ്ഞ മറ്റൊരു വിഷയം, സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു വിഷയം, അത് വളരെ വലിയൊരു പോയിന്റ് ആണ്. ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് STD പോലെയുള്ള രോഗങ്ങൾ. ഈ വരുന്നവരൊക്കെ ഏത് രീതിയിലുള്ളവരാണ്? ഈ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതലും ഇത് സെക്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളത്. എയ്ഡ്സ് ആണെങ്കിലും മറ്റു രോഗങ്ങളാണെങ്കിലും. അതെ, അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവരെല്ലാവരും മരണങ്ങൾ എന്ന് പറയുന്നത് വളരെ ദാരുണമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സും കൂടിയും സർക്കാർ എടുത്തു വെക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി, കോണ്ടം പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ ഡെയിലി ഹെൽത്ത് ചെക്കപ്പുകൾ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രോത്തൽസ് ഒക്കെ നിലവിൽ വരികയാണെങ്കിൽ, ലീഗലി ആവുകയാണെങ്കിൽ, എനിക്കതിൽ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ മെറിറ്റ് പോയിന്റ് അതാണ്. കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. വൃദ്ധസദനങ്ങളുണ്ട്, വൃദ്ധസദനങ്ങൾക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്. അവിടെ കൃത്യമായ ചെക്കിങ്ങുകൾ നടക്കുന്നുണ്ട്. ഒരു രോഗിയെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിന് നമുക്ക് നിയമങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ബ്രോത്തലുകൾ വരികയാണെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഇത്രത്തോളം മെഡിക്കൽ ചെക്കപ്പ്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് എത്രത്തോളം മെഡിക്കൽ സെറ്റപ്പുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പുകൾ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ദിവസം എത്ര കസ്റ്റമറെ, അങ്ങനത്തെ നിയമങ്ങൾ വരികയാണെങ്കിൽ അവരുടെ ലൈഫ് സ്പാൻ കുറച്ചുകൂടി കൂടുന്നുള്ളതാണ്. ഇതിപ്പോ ചവറ് പോലെ ആവുന്ന ഒരവസ്ഥ. അത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫാന്റസികളാണ്. ആളുകൾ ഓരോന്ന് കണ്ട് പരീക്ഷിക്കാൻ ചെല്ലുന്നത് ഇവരുടെ മെക്കിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരും ചോദിക്കാൻ വരത്തില്ല. എല്ലാവരും വലിയൊരു ധൈര്യമാണത്. ഇവര് എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ല, അതുകൊണ്ട് തങ്ങൾക്ക് എന്തും കാണിച്ചു കൂട്ടാം എന്ന് പറയുന്ന വലിയൊരു ധൈര്യം ഈ ചെല്ലുന്ന പല കസ്റ്റമേഴ്സിനും, അതിനിപ്പോ വലിയ വമ്പന്മാരാണെങ്കിലും ലോക്കൽ ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഉണ്ടാവുന്ന ഒരു ധൈര്യമാണത്. അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടം പോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായ നിയമ സംവിധാനം കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട് എന്നുള്ളതാണ്.